വിപിൻ സി വിജയൻ കൂടി ചേരുന്നു. വിപിൻ, 3 മുതൽ 11 വരെ സീറ്റുകളും 20% വോട്ട് ഷെയറും എന്ന് ടുഡേ സ്റ്റേണൊക്കെയാണ് പറയുന്നത്. BJP-യുടെ വൈൽഡ് സ്വപ്നങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഉണ്ടാവാത്തതാണ്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സൗഹൃദമുള്ള നേതാക്കളോടൊക്കെ അടുത്ത് സംസാരിക്കുമ്പോൾ പരമാവധി അവർ പറയുന്നത് 6 സീറ്റ് 7 സീറ്റ് മാക്സിമം, ഏറ്റവും മാക്സിമം അവരുടെ പോസ്റ്റിൽ ഏറ്റവും മാക്സിമം. അതിലും കടന്നു പോവുകയാണെങ്കിൽ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു തൂക്കുസഭ, അതിൽ NDA നിർണായക ശക്തിയാകാൻ പോകുന്നു. ആ പ്രതീക്ഷകൾക്ക് കൂടുതൽ കരുത്ത് ചാണക്യടക്കം കൊടുക്കുന്നുണ്ടോ വിപിൻ? അഷ്മി, ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഏറ്റവും കൂടുതൽ നാടകീയ സംഭവങ്ങൾ നടന്നത് ഒരുപക്ഷെ NDA മുന്നണിയിലായിരിക്കും. കാരണം വോട്ടിന് നോട്ട്, അപ്രതീക്ഷിതമായി വന്നിട്ടുള്ള FCRA ചർച്ചകൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ. ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോഴും അമ്പരപ്പ് മുഴുവൻ BJP കേന്ദ്രത്തിലാണ്. കാരണം അവർ പോലും പ്രതീക്ഷിച്ചതിന് അപ്പുറമായിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ സർവേ പല ഏജൻസികളും നൽകി എന്നുള്ളതാണ്. അത് 10 മുതൽ 14 സീറ്റ് വരെ കേരളത്തിൽ ലഭിക്കും BJPക്ക് എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെ സീറ്റുകൾ എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള ചർച്ചകൾ നടന്നത്. പറഞ്ഞതുപോലെ തന്നെ ഒരു 6 സീറ്റ്, പരമാവധി 7 സീറ്റിനപ്പുറത്തേക്ക് BJP നേതാക്കൾ തന്നെ ആദ്യഘട്ടത്തിൽ കണക്കാക്കിയിരുന്നില്ല. അവർ ഷുവർ സീറ്റായി ഇപ്പോഴും കരുതുന്നത് നേമം, കഴക്കൂട്ടം എന്നുള്ളതാണ്. പിന്നീട് ഒരു ഇഞ്ചോടിഞ്ച് മത്സരം നടന്നിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു നായർ ഈഴവ വോട്ടുകൾ കുറച്ചുകൂടി ഈ ഭരണവിരുദ്ധ തരംഗത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായി അത് കോൺഗ്രസിലേക്ക് പോകേണ്ട വോട്ടുകൾ കൂടി BJP-യിലേക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒരു കണക്കുകൂട്ടലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്നുള്ളത് ഈ ഘട്ടത്തിൽ അവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ പാലക്കാടും മഞ്ചേശ്വരം, നാട്ടിക, ഒപ്പം തന്നെ തിരുവല്ല, ചാത്തന്നൂർ മണ്ഡലങ്ങളാണ് ഏറ്റവും കൂടുതൽ അവർ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു 6-7 സീറ്റുകളിലേക്ക് ലഭിക്കുന്നതിലാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു 10 സീറ്റിനപ്പുറത്തേക്കൊന്നും BJP നേതാക്കളോ അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കുന്നില്ല, BJP കേന്ദ്രങ്ങൾ അത് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിയമസഭയിൽ ഒരു കറുത്ത കുതിരകളായി ഇപ്രാവശ്യം NDA ഉണ്ടാകും, BJP ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞിരുന്നു. എന്തായാലും കേരളത്തിൽ താമര വിരിയുമെന്നുള്ളത് ഒരു തർക്കമില്ലാതെ തന്നെ എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്ന ഒരു ഘട്ടത്തിൽ ആ പ്രതീക്ഷയിൽ തന്നെയാണ്. ആ ഒരു ആഹ്ലാദം സ്വാഭാവികമായിട്ടും BJP കേന്ദ്രങ്ങളിൽ ഇപ്പോഴുണ്ട്. അത് കഴക്കൂട്ടവും നിയമവുമാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അവർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഏതൊക്കെ സീറ്റുകൾ ലഭിക്കുമെന്നുള്ളത് ഒരു ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന തൃശ്ശൂർ വരെ അവർ വലിയ രീതിയിൽ തന്നെ ഈ ഘട്ടത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. മറ്റൊന്നുള്ളത് വോട്ട് ഷെയർ, അത് 20% എത്തിക്കും. 25% എന്നുള്ളതായിരുന്നു കണക്കുകൂട്ടൽ. ഒരു 14% വരെ അവർ കഴിഞ്ഞ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ലഭിച്ചു. അത് 20-ലേക്ക് ഇപ്രാവശ്യം നിർബന്ധമായിട്ടും എത്തും എന്നുള്ളത് കൂടി BJP-യുടെ ഈ ഘട്ടത്തിലെ വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ശക്തിയായി മാറും ഇപ്രാവശ്യം എന്ന് പറയുന്നത്. കാരണം ഒരു തൂക്ക് സഭയിലേക്കൊക്കെ വരാനുള്ള ഒരു സാധ്യത പല എക്സിറ്റ് പോളുകൾ പറയുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് BJP-യുടെ ഈ ഒരു വിലയിരുത്തൽ. ആഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.